നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വയനാട് ഉരുൾപൊട്ടലിൽ ഇടപെട്ട് കേന്ദ്രം. അടിയന്തര സഹായം എത്തിക്കുമെന്ന ഉറപ്പുമായി പ്രധാനമന്ത്രി രംഗത്ത് വന്നിട്ടുണ്ട്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പ്രധാനമന്ത്രിയുമായി ഫോണിൽ സംസാരിച്ചു. ഈ ദുരന്തത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി പ്രധാനമന്ത്രി സംസാരിച്ചത് എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട്. കേരളത്തിന് എല്ലാ സഹായവും നൽകുമെന്ന് പ്രധാനമന്ത്രി ഉറപ്പ് നൽകി. മാത്രമല്ല, എക്സിലൂടെ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെ മരണമടഞ്ഞവർക്ക് അനുശോചനം പ്രധാനമന്ത്രി രേഖപ്പെടുത്തുകയുണ്ടായി. പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് മരണമടഞ്ഞവരുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും ധനസഹായം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഉരുൾപൊട്ടലിനെ തുടർന്ന് വയനാട്ടിലുണ്ടായ ദുരന്തത്തിൽ എന്തായാലും നിർണായകമായ ഒരു ഇടപെടൽ തന്നെയാണ് പ്രധാനമന്ത്രി നടത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി സംസാരിച്ച് കേന്ദ്രത്തിൽ നിന്ന് സാധ്യമായ എല്ലാ സഹായങ്ങളും ഉറപ്പു നൽകിയതായി പ്രധാനമന്ത്രി അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല, ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നുണ്ടെന്നും പരിക്കേറ്റവർക്കായി പ്രാർത്ഥിക്കുന്നുവെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. അതേസമയം, വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിൽ സാധ്യമായ എല്ലാ രക്ഷാപ്രവർത്തനവും ഏകോപിപ്പിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സംഭവം അറിഞ്ഞതു മുതൽ സർക്കാർ സംവിധാനങ്ങൾ യോജിച്ച് രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയിട്ടുണ്ട്. മന്ത്രിമാർ ഉൾപ്പെടെ വയനാട്ടിലെത്തി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കൂടാതെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മുഖ്യമന്ത്രിയെ വിളിച്ച് സംസാരിക്കുകയുണ്ടായി. ആളുകൾക്ക് കൃത്യമായി അവിടെ എത്തിപ്പെടാനുള്ള പ്രയാസമുണ്ട്. എല്ലാ സന്നാഹങ്ങളും അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണെന്നും വ്യോമസേനയുടെ അടക്കം സഹായം ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഫലപ്രദമായി കാര്യങ്ങൾ നീക്കം നടത്താൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും അടക്കം വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയുമായും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുമായും BJP അധ്യക്ഷൻ JP നദ്ദയുമായും കേന്ദ്രമന്ത്രി ജോർജ് കുര്യനുമായും സംസാരിച്ചു. ഇന്ന് പുലർച്ചെ 2 മണിയോടെയാണ് വയനാട് മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്ത് ഉരുൾപൊട്ടിയത്. മരണസംഖ്യ കൂടുകയാണ്. നിരവധി പേർ മണ്ണിനടിയിൽപ്പെട്ടിട്ടുണ്ട്. ജനവാസ മേഖലയിലാണ് ഉരുൾപൊട്ടലുണ്ടായത്. നിരവധി വീടുകൾ ഒലിച്ചുപോയിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം ഇപ്പോഴും നടക്കുകയാണ്. മന്ത്രിമാർ സംഭവസ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയും ജില്ലാ കളക്ടറുമായും ഫോണിൽ സംസാരിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട്. എല്ലാ UDF പ്രവർത്തകരും ഭരണകൂടത്തിനൊപ്പം ചേർന്ന് രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളാകണമെന്ന ആഹ്വാനം ഉണ്ടായിട്ടുണ്ട്. ചൂരൽമല ടൗണിന്റെ ഒരു ഭാഗം ഒലിച്ചുപോകുന്ന കാഴ്ചയാണ് കണ്ടിരിക്കുന്നത്. ഉരുൾപൊട്ടലിനെ തുടർന്നുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ നിരവധി വീടുകളാണ് തകർന്നത്. വാഹനങ്ങൾ അടക്കം ഒഴുകിപ്പോയി. വെള്ളാർമല സ്കൂൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലായി. ഉരുൾപൊട്ടലിൽ കനത്ത നാശമാണ് വിതയ്ക്കപ്പെട്ടിരിക്കുന്നത്. വയനാട് കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തമാണ് മേപ്പാടി മുണ്ടക്കൈ മേഖലയിൽ ഉണ്ടായിരിക്കുന്നത്. 2 തവണയാണ് ഉരുൾപൊട്ടിയത്. അർദ്ധരാത്രിയിലെ ഉരുൾപൊട്ടലിന് ശേഷം രക്ഷാപ്രവർത്തനം നടക്കുന്നതിനിടെയാണ് വീണ്ടും ഉരുൾപൊട്ടലുണ്ടായത്. 400-ലധികം കുടുംബങ്ങളെയാണ് ഉരുൾപൊട്ടൽ ബാധിച്ചത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.